എപ്പോഴും നേരത്തെ എണീക്കാറുണ്ട്. അവൾ എപ്പോഴും രാവിലെ ചായ കുടിക്കാറുണ്ട്. അവൻ എപ്പോഴും സുഹൃത്തുക്കളെ സഹായിക്കാറുണ്ട്. ഇപ്പോൾ ഒരാള് ഒരു കാര്യം എപ്പോഴും ചെയ്യാറുണ്ട്. അത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. സോ ഞാൻ എപ്പോഴും നേരത്തെ എണീക്കാറുണ്ട്. അപ്പൊ ഇവിടെ ആരുടെ കാര്യമാണ് പറയുന്നത്? എൻ്റെ കാര്യമാണ്. ഞാൻ ചെയ്യാറുണ്ടെന്നാണ്. അപ്പൊ നമുക്ക് ഐ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാൻ എപ്പോഴും നേരത്തെ എണീക്കാറുണ്ട്. ഐ ഓൾവേസ്. എപ്പോഴും എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന വേർഡാണ് ഓൾവേസ് എന്നുള്ളത്. ആൾവേസ് അല്ല, ഓൾവേസ്. സോ ഐ ഓൾവേസ് നേരത്തെ എണീക്കാറുണ്ട്. അപ്പം മലയാളത്തിൽ പറയുമ്പോൾ നമ്മൾ നേരത്തെ എണീക്കാറുണ്ട് എന്ന് പറയുമെങ്കിലും നമ്മൾ എപ്പോഴും കഴിഞ്ഞാൽ പിന്നെ അവിടെ എണീക്കാറുണ്ട് എന്നുള്ള ടേമാണ് വരേണ്ടത്. സോ ഐ ഓൾവേസ്, എണീക്കുക എന്നുള്ളതിന് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാ? വേക്കപ്പ് എന്ന് പറയാം അല്ലേ? ഐ ഓൾവേസ് വേക്കപ്പ്. നേരത്തെ എന്ന് പറയുമ്പോൾ ഏർലി. സോ ഐ ഓൾവേസ് വേക്കപ്പ് ഏർലി. ഞാൻ എപ്പോഴും നേരത്തെ എണീക്കാറുണ്ട്. ഇനി അവൾ എപ്പോഴും രാവിലെ ചായ കുടിക്കാറുണ്ട്. സോ അവൾ ഒരു കാര്യം എപ്പോഴും ചെയ്യാറുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെ പറയും? ആദ്യം നമ്മൾ ആരാണ് ചെയ്യാറുള്ളതെന്ന് പറയണം. ആരാ ചെയ്യുന്നത്? അവളാണ് എപ്പോഴും ചായ കുടിക്കാറുള്ളത്. സോ ഷീ. അത് കഴിഞ്ഞാൽ എപ്പോഴും എന്നുള്ളതിന് പകരം ഓൾവേസ്. പിന്നെ നമ്മൾ എന്തെഴുതും? രാവിലെ എന്ന് പറയുമോ? ഷീ ഓൾവേസ് മോർണിംഗ് എന്ന് പറയുമോ? ഇല്ല. പകരം എന്ത് പറയും? ചായ കുടിക്കാറുണ്ട് എന്ന് പറയും. സോ ഷീ ഓൾവേസ് ഡ്രിങ്ക്. ഡ്രിങ്ക് എന്ന് മാത്രം പറഞ്ഞാൽ മതിയോ? ഷീ എന്നായതുകൊണ്ട് നമ്മൾ വേർബിന്റെ കൂടെ എസ് അല്ലെങ്കിൽ എസ് ചേർത്ത് കൊടുക്കണം. സോ ഷീ ഓൾവേസ് ഡ്രിങ്ക്സ് എന്നാകും. സോ ഷീ ഓൾവേസ് ഡ്രിങ്ക്സ്. എന്താണ് അവൾ എപ്പോഴും കുടിക്കാറുള്ളത്? ചായ. സോ ഷീ ഓൾവേസ് ഡ്രിങ്ക്സ് ടീ. എപ്പോ? രാവിലെ അല്ലേ? സോ ഷീ ഓൾവേസ് ഡ്രിങ്ക്സ് ടീ ഇൻ ദ മോർണിംഗ്. ഇൻ ദ മോർണിംഗ്. രാവിലെ ഒരു കാര്യം ചെയ്യാറുണ്ട് എന്ന് പറയുന്നത് കൊണ്ടാണ് നമ്മൾ ഇൻ ദ മോർണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അവൻ എപ്പോഴും സുഹൃത്തുക്കളെ സഹായിക്കാറുണ്ട്. ഇവിടെ ആരുടെ കാര്യമാണ് പറയുന്നത്? അവന്റെ കാര്യം. അപ്പോൾ ഹി ഓൾവേസ്. അവൻ എപ്പോഴും എന്ത് ചെയ്യാറുണ്ടെന്നാണ് നമ്മൾ പറയുന്നത്? സഹായിക്കാറുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും കഴിഞ്ഞിട്ട് സഹായിക്കാറുണ്ട് എന്നുള്ളത് വരണം. ഹി ഓൾവേസ് ഹെൽപ്പ് എന്ന് വരുമോ? അതോ ഹെൽപ്പ് എന്ന് മാത്രം എഴുതിയാൽ മതിയോ? നമ്മൾ ഹെൽപ്പ് എന്ന് മാത്രം പോരാ, പകരം ഹെൽപ്പിന്റെ കൂടെ എസ് കൂടി ചേർക്കണം. സോ ഹി ഓൾവേസ് ഹെൽപ്സ്. ആരെയാണ് എപ്പോഴും സഹായിക്കാറുള്ളത്? സുഹൃത്തുക്കളെയാണ് സഹായിക്കാറുള്ളത്. അപ്പൊ അവന്റെ സുഹൃത്തുക്കളെ എന്ന് എടുത്തു പറയാനായിട്ട് നമുക്ക് ഹി ഓൾവേസ് ഹെൽപ്സ് ഹിസ് ഫ്രണ്ട്സ് എന്ന് പറയാം. അവന്റെ സുഹൃത്തുക്കൾ ഹിസ് ഫ്രണ്ട്സ്. ഇനി ഞാൻ എപ്പോഴും എൻ്റെ താക്കോൽ മറക്കാറുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ ഒരു കാര്യമാണ് പറയുന്നത്. ഞാൻ സ്ഥിരമായിട്ട് ചെയ്യാറുള്ള കാര്യമാണ്. അതെങ്ങനെ പറയാ? ഐ ഓൾവേസ്. ഞാൻ എപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? എൻ്റെ താക്കോല് മറക്കാറുണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും മറക്കാറുണ്ട്, അതാണ് വരേണ്ടത്. ഐ ഓൾവേസ് ഫൊഗെറ്റ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സംശയം തോന്നും, എന്താ അവിടെ ഫൊഗെറ്റ്സ് വരാത്തത്? ഐ എന്ന് പറയുമ്പോൾ ഒരാളല്ലേ? ഐ എന്ന് പറയുമ്പോൾ ഒരാളാണ്. പക്ഷേ ഐനെ നമ്മൾ എപ്പോഴും ഒരു കിങ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഐയുടെ കേസിൽ റൂൾസ് ചെറുതായിട്ട് വ്യത്യാസം വരും. ഐയുടെ കൂടെ നമ്മൾ എസ് ഒ എസ് ചേർക്കില്ല. സോ ഐ ഓൾവേസ് ഫൊഗെറ്റ്. എന്താണ് ഞാൻ എപ്പോഴും മറക്കാറുള്ളത്? എൻ്റെ താക്കോൽ. മൈ കീ അല്ലെങ്കിൽ കീസ് എന്നും പറയാം, കുഴപ്പമില്ല. സോ ഐ ഓൾവേസ് ഫൊഗെറ്റ് മൈ കീ. ഇനി അവൾ എപ്പോഴും ജോലിയെ പറ്റി പരാതി പറയാറുണ്ട്. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നിങ്ങൾക്ക് കോമെന്റ് ചെയ്യാം. പരാതി പറയുക എന്നുള്ളതിന് ഓൾറെഡി ഞാൻ പഠിപ്പിച്ചതാണ്. കംപ്ലെയിൻ എന്നാണ് നമ്മൾ പറയാ. കംപ്ലെയിൻ. ഓക്കെ. സോ അവൾ എപ്പോഴും ജോലിയെ പറ്റി പരാതി പറയാറുണ്ട്. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയുമെന്ന് നിങ്ങൾ കോമെന്റ് ചെയ്യാം. താങ്ക് യു. English Mitra. Stop worrying, start learning.